ഓപ്പറേഷൻ നുംകോറിൽ ഇ.ഡി. അന്വേഷണത്തിലേക്ക്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങൾ സിനിമാ താരങ്ങളടക്കം വാങ്ങിയ സംഭവത്തിൽ ഇ.ഡി. അന്വേഷണം വേണ്ടതല്ലേ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. അന്വേഷണം നടത്തുമെന്ന് ഇ.ഡി. കോടതിയെ അറിയിച്ചു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഭൂട്ടാനിൽ നിന്നും ഈ ലക്ഷറി വാഹനങ്ങൾ, കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിയത്, നികുതി വെട്ടിച്ചുകൊണ്ട് കടത്തിയത് വലിയ വിവാദം ആയിരിക്കുകയാണ്. ഇന്നലെ കസ്റ്റംസാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അത് പുറം ലോകത്തെ അറിയിച്ചത്. ഇപ്പോഴിതാ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു ഈ വിഷയം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം അനിവാര്യമല്ലേ എന്നൊരു ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് തയ്യാറാണെന്ന് ഇ.ഡിയും വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ, പുറത്തു വന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ? നമ്പ്യാർ, ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ആഡംബര വാഹനങ്ങൾ കടത്തിയ സംഭവത്തിൽ, അത് സിനിമാ താരങ്ങളടക്കം വാങ്ങിയ സംഭവത്തിൽ കസ്റ്റംസിന്റെ അന്വേഷണത്തിന് പുറമെ ഇ.ഡിയുടെ അന്വേഷണം കൂടി നടക്കുകയാണ്. ഇക്കാര്യം ഇ.ഡി അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മറ്റ് ചില ഹർജികൾ പരിഗണിച്ച സമയത്താണ് PMLA കേസുകൾ പരിഗണിക്കുന്ന ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, മുരളി കൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇ.ഡിയുടെ അഭിഭാഷകനോട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. അതായത്, ഈ ആഡംബര വാഹനങ്ങൾ സിനിമാ താരങ്ങളടക്കം വാങ്ങിയ സംഭവത്തിൽ കസ്റ്റംസിന്റെ അന്വേഷണത്തിന് പുറമെ ഇ.ഡിയുടെ അന്വേഷണം വേണ്ടതല്ലേ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ചോദ്യം. അതിന് ഇ.ഡിയുടെ അഭിഭാഷകനായ ജയശങ്കർ വി നായർ നൽകിയ മറുപടി എന്ന് പറയുന്നത്, നിലവിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ തേടിയിട്ടുണ്ട്, അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റംസിന്റെ അന്വേഷണത്തിന് പുറമെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം നടക്കുവാൻ, അല്ലെങ്കിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ തേടിയിട്ടുള്ളത്. എന്തായാലും കള്ളപ്പണ ഇടപാട് ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ച സ്ഥിതിക്ക് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനിടയിൽ തന്നെ ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് നിന്നും ഫസ്റ്റ് ഓണർ വാഹനം പിടികൂടിയിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ നുംകോറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ഫസ്റ്റ് ഓണർ വാഹനം പിടികൂടിയിട്ടുള്ളത്. അതായത് കുണ്ടന്നൂരിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വാഹനം പിടികൂടിയത്. അരുണാചൽ പ്രദേശിലാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ അസം സ്വദേശിയായിട്ടുള്ള മാഹിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് ഈ വാഹനം ഉള്ളത്. 92 മോഡൽ ലാൻഡ് ക്രൂയിസർ ആണ് പിടിച്ചെടുത്തത്. എന്തായാലും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഫസ്റ്റ് ഓണർ വാഹനം തന്നെ പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനക്കടത്ത് റാക്കറ്റുമായി ബന്ധം ഈ പറയുന്ന മാഹിൻ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് കസ്റ്റംസിന്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ കസ്റ്റംസിനോടൊപ്പം തന്നെ ഇ.ഡിയുടെയും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതലായിട്ടും പരിശോധിക്കുക. കസ്റ്റംസ് വിഭാഗത്തിൽ നിന്ന് നിലവിൽ പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. യെസ്, ഓപ്പറേഷൻ നുംകോറിൽ ഇ.ഡിയും അന്വേഷണത്തിലേക്ക്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങൾ സിനിമാ താരങ്ങളടക്കം വാങ്ങിയ സംഭവത്തിൽ ഇ.ഡി അന്വേഷണം വേണ്ടതല്ലേ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. അന്വേഷണം നടത്തുമെന്ന് ഇ.ഡി കോടതിയെ അറിയിച്ചു. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.